ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ ഓവൻ ഇല്ലാതെ അതുപോലെ തന്നെ മാവ് കുഴച്ച് പൊങ്ങാൻ വെക്കുക ഒന്നും ചെയ്യാതെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പിസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസി ആയിട്ട് ഉണ്ടാക്കാം, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനൊരു മിക്സി ജാറിലേക്ക് ഒരു കോഴിമുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/3 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്, അതും റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. പിന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് മൈദ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് കൊണ്ടുവരാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്കൊരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നമുക്ക് ഇതിനായിട്ട് എടുക്കാം. എന്നിട്ട് പാനിൻ്റെ എല്ലാ സൈഡിലേക്കും ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കണം. അടച്ച് വെച്ചിട്ട് ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ട് ഒന്ന് സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പിസ്സ സോസ് റെഡിയാക്കാം. പിസ്സ സോസ് കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു 2 നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളകും 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ നമ്മളുടെ ഇൻസ്റ്റൻറ്റ് പിസ്സ സോസ് റെഡിയായി. ഈ സമയം കൊണ്ട് പിസ്സ പേസ് ഇവിടെ 1/4 ഭാഗത്തോളം കുക്കായിട്ട് ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിലേക്ക് നമ്മുടെ പിസ്സ സോസ് നമുക്ക് ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3-4 ടീസ്പൂണ് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളുടെ ഇഷ്ടം പോലെ ആക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ചീസ് നമ്മളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ പിസ്സയിലേക്ക് ചേർക്കുന്ന എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്യാപ്സിക്കം കട്ട് ചെയ്തതും അതുപോലെ തന്നെ സവാള കട്ട് ചെയ്തതും പിന്നെ കുരു കളഞ്ഞിട്ടുള്ള തക്കാളി കട്ട് ചെയ്തതും കൂടിയാണ് എടുത്തിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ വെച്ച് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് ചേർക്കുന്നത്. ചിക്കനും നമ്മളെ ഇഷ്ടം പോലെ കുറച്ച് കൂടുതൽ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ ആവും കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ഇതിന് മുകളിലേക്ക്. പിന്നെ നമുക്കിതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ചധികം മോസറേല ചീസ് തന്നെ ഇട്ട് കൊടുക്കുക. ചീസാകുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം ഉണ്ടാവും. അപ്പോൾ ചീസ് നമ്മൾ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സ് കൂടി ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മുകളിൽ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് പിസ്സ സോസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പിസ്സ സോസ് ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ കാണാനും കുറച്ച് ഭംഗി ഉണ്ടാവും നമ്മളിത് ഉണ്ടാക്കി വരുന്ന സമയത്ത്. പിന്നെ നമുക്ക് ഇതിന് മുകളിൽ ചിക്കൻ പീസും അതുപോലെ ക്യാപ്സിക്കും ഒക്കെ കൂടുതൽ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി കുറച്ചുകൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഭംഗിക്ക് വേണ്ടിയിട്ടും ഒക്കെ വെക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതുപോലെ നന്നായിട്ട് അവിടെ ഇവിടെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ചിക്കൻ പീസൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ചീസൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് സമയം അടച്ച് വെക്കാം. ഒരു 4-5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. പിന്നെ ചീസും പിസ്സയൊക്കെ അതുകൊണ്ട് തന്നെ ചൂടോടെ തന്നെ കഴിക്കാൻ തന്നെയാണ് നല്ല ടേസ്റ്റ്. ചൂടോടെ നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. ടേസ്റ്റിന് ഒട്ടും കുറവില്ല. നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുകയാണെന്ന് കരുതിയിട്ട് ടേസ്റ്റിന് ഒട്ടും കുറവില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.